ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇന്ന് സ്കന്ദഷഷ്ഠിയാണ്. അപ്പം ഞങ്ങൾക്കും നോയമ്പുണ്ടായിരുന്നു. അപ്പം നമുക്ക് അമ്മയോടൊന്ന് ചോദിച്ചു നോക്കാം എന്താണ് സ്കന്ദഷഷ്ഠി എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് കേട്ടു നോക്കാം. സ്കന്ദഷഷ്ഠി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുരുകൻ്റെ 6 അവതാരങ്ങളാണ് ഉണ്ട്. അത് 6 അവതാരങ്ങളും കൂടി ഒന്നിച്ചു ചേർന്നതാണ് സ്കന്ദൻ എന്ന് പറയുന്ന ദേവൻ. അത് 6 പുത്രന്മാരെയും പാർവതി ദേവി ഒന്നിച്ചാലിംഗനം ചെയ്തപ്പോൾ രൂപം കൊണ്ടതാണ് സ്കന്ദൻ. അതാണ് 6 ഷഷ്ഠിയെ മുൻപ് നോക്കി നമ്മൾ സ്കന്ദഷഷ്ഠി ആചരിക്കുന്നത്. അതിൽ 6 പുത്രന്മാർ ശരവണൻ, ഷൺമുഖൻ, കാർത്തികേയൻ, സ്വാമിനാഥൻ, മോഹൻ, ശ്രീകുമാരദേവൻ. ഇവരാരും 6 പേരെയും കൂടി ഒന്നിച്ചാലിംഗനം ചെയ്തപ്പോഴാണ് സ്കന്ദൻ എന്ന ഒരു ദേവ ഉണ്ടായത്. അതാണ് സ്കന്ദഷഷ്ഠി വ്രതമായി നമ്മൾ ആചരിക്കുന്നത്. സ്കന്ദഷഷ്ഠിക്ക് ഒരുപാട് പ്രാധാന്യങ്ങളുണ്ട്. അതിൽ നമ്മൾ എന്തോ ഉദ്ദിഷ്ട കാര്യം സാധിക്കുന്നതിന് വേണ്ടിയിട്ടും സ്കന്ദഷഷ്ഠി വ്രതം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദിഷ്ട കാര്യം സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. എല്ലാ വർഷവും സ്കന്ദഷഷ്ഠി വ്രതം ആചരിക്കാറുണ്ട്. ഒരുപാട് വർഷം കൊണ്ട് സ്കന്ദഷഷ്ഠി വ്രതം ആചരിക്കുന്നു. മാസം തോറും നമ്മൾ നോക്കാൻ പറ്റാത്തവർക്ക് തുലാമാസത്തിലെ സ്കന്ദഷഷ്ഠി വ്രതം എല്ലാവരും ആചരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ അമ്പലത്തിലോട്ട് തൊഴാൻ വേണ്ടി വന്നതായിരുന്നേ. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ അമ്പലത്തിൽ നിന്ന് തൊഴുത് വന്നിട്ട് അമ്പലത്തിലെ പ്രസാദവും ചോറുമാണ് കഴിച്ചിരുന്നത്. എന്നിട്ട് വൈകുന്നേരം നമ്മൾ ചെറിയനാട്ടമ്പലം വരെ ഒന്ന് പോയി അവിടെയും കയറി തൊഴണമായിരുന്നു. അപ്പം എല്ലാ വർഷവും ഞങ്ങൾ ഷഷ്ഠിയുടെ അന്ന് അമ്പലത്തിൽ പോകാറുണ്ട്. ഞങ്ങളെ അച്ഛനാണ് കൊണ്ടുപോയത്. അച്ഛൻ്റെ ഓട്ടോയിൽ തന്നെയാണ് ഞങ്ങൾ പോയത്. അപ്പം നമുക്ക് അമ്പലത്തിലോട്ട് പോകുന്ന കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. ഇത്രയേ ഉള്ളൂ. മഴ കാരണം ബാക്കി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.